മിസ്റ്റർ MRC ആണല്ലോ. യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. തൊപ്പി ലഹരി സൂക്ഷിച്ചു എന്നാണ് പരാതി. ഇപ്പൊ സംഗതി ഉൾട്ടായല്ലോ. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു. 3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞട്ടെ. സ്ക്രീനിൽ കാണണം, നേരിട്ട് തന്നെ കാണാം. ഡ്രഗ്സ് എന്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി. എനിക്കും അറിയാൻ വയ്യ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. കാണിച്ചരാടാ നാറി, എല്ലാം ഫേക്ക് ഓടി ഞാൻ കപ്പിച്ചരാ. ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി. സാറേ എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. അങ്ങനെന്നല്ലോ നീ നല്ല പറഞ്ഞു. എന്താ പരിപാടി? ഇവൻ എന്ത് ചെയ്തെന്നറിയോ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നിനക്കോ? പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം. എന്തോന്നടാ ഇതൊക്കെ? നാണക്കേട്. ഇതല്ലേ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. നിനക്കതിലൊരു ഭാവി ഉണ്ട് മോനെ. പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. അതും പറഞ്ഞു. മതി, എനിക്കിപ്പോ അവരെ കാണണം. അവർ പറയുന്നത് തൊപ്പി ഉപയോഗിച്ചിരുന്നു, ആ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെൽഫിൽ നിന്ന്, തൊപ്പിയുടെ മുറിയിലേരെന്ന് പറഞ്ഞൊരു ഷെൽഫിൽ നിന്ന് ലഹരി വസ്തുക്കൾ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. 2.5 വർഷക്കാലം തൊപ്പിയുടെ കൂടെ ജോലി ചെയ്തിട്ട് ശമ്പളം ഒന്നും നൽകിയില്ല, 1 രൂപ പോലും ശമ്പളം നൽകിയില്ല. അവന്റെ വീട്ടിൽ വന്നു നിന്നിട്ട് ഒരു സമയത്ത് ഇവന്മാരൊക്കെ എൻജോയ് ചെയ്ത് ആറ് കഴിവല്ലോ അതും ഇതും ഇവന്റെ അവിടെ വന്ന് ജെട്ടിയിട്ട് ഡാൻസ് കളിച്ച് അതും ഇതൊക്കെ എൻജോയ് ചെയ്ത് ഇപ്പം വന്നിരുന്ന എല്ലാം കുറ്റമായിട്ട് പറയുന്നുണ്ട്. ഓർമ്മ വെച്ച 18-ാം വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കുളം ചോട്ടും. ഇവന്മാരെല്ലാം കള്ളന്മാരാ. അത് ശരിയാ. പക്ഷെ ഇതിന്റെ ഇടയിൽ തൊപ്പി പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് പിള്ളേരടക്കം ഡ്രഗ്സ് കൊടുത്ത് സെക്ഷലി യൂസ് ചെയ്തു. ഇറ്റ്സ് എ ക്രൈം. പിന്നെ എന്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, അതിവിടെ നടക്കില്ല. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് തൊപ്പി അതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ നീ ചെയ്തിട്ടുള്ളതും ആ ക്രൈമിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് എത്തിക്കേണ്ടവരുടെ കയ്യിൽ ഈ ക്ലിപ്പ് എത്തിക്കണം. കാരണം തൊപ്പിയുടെ വായിൽ നിന്നും ഇത് വീഴ്ന്നിട്ടുണ്ട്. ഒരു പഞ്ചിന് വിളിച്ചു പറയുകയും ചെയ്തു. ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ പോകുന്നുള്ളൂ. നിങ്ങൾ വേറെ മാഫിയ സെറ്റപ്പാ. കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു. എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി. എന്റെ കാര്യം പോക്കാ. കേസ് ആകെ തിരിച്ചു. ഇപ്പോ പ്രതി അവനല്ല, താനാ. പോക്സോ കേസ്, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, അന്നതെന്തിനെടുത്ത് 1 പിടി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് തൊപ്പി. ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല.